അമ്മേ അമ്മേ മാമരിയേ സ്വർലോകത്തിൻ മാതാവേ, അമ്മേ നിൻ തിരുനാമം ഞങ്ങൾ പാടി വണങ്ങുന്നു. പാടാം പാടാം പാടി സ്തുതിക്കാം സ്നേഹത്തിൻ കീർത്തനങ്ങൾ. അമ്മേ അമ്മേ മാമരിയേ സ്വർലോകത്തിൻ മാതാവേ, അമ്മേ നിൻ തിരുനാമം ഞങ്ങൾ പാടി വണങ്ങുന്നു. പാടാം പാടാം പാടി സ്തുതിക്കാം സ്നേഹത്തിൻ കീർത്തനങ്ങൾ. പാടിടാം പാടി വാഴ്ത്തിടാം മേരി തൻ സ്തോത്രഗീതകം. പാടിടാം പാടി വാഴ്ത്തിടാം മേരി തൻ സ്തോത്രഗീതകം. അമ്മേ അമ്മേ മാമരിയേ സ്വർലോകത്തിൻ മാതാവേ, അമ്മേ നിൻ തിരുനാമം ഞങ്ങൾ പാടി വണങ്ങുന്നു. യേശു എന്ന രക്ഷാനാമം കഴിഞ്ഞാൽ ഏറ്റവും മഹനീയമായ നാമമാണ് മറിയം എന്ന നാമമെന്ന് വിശുദ്ധ ഡോമിനിക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മറിയം എന്ന നാമം അന്ധകാര ശക്തികൾക്ക് ഏറ്റവും ഭയം ജനിപ്പിക്കുന്ന നാമമാണ്. പാപത്തെയും മരണത്തെയും തിന്മയെയും ജയിച്ചുത്തനായ യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ നാരകീയ ശക്തികൾ അലറി അകന്നു പോകുന്നു. അത്രമാത്രം ഭയപ്പാടോടുകൂടി യേശുവിനെ അന്ധകാര ശക്തികൾ കാണുന്നു. യേശു നാമം കേൾക്കുമ്പോൾ അവ ദൂരെ അകലുന്നു. യേശുനാമം കഴിഞ്ഞാൽ പരിശുദ്ധ മറിയത്തിൻ്റെ നാമവും സാത്താൻ ഏറ്റവും അധികം ഭയപ്പെടുന്ന നാമം തന്നെയാണ്. അതേ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ അത് ഏറ്റവും ഫലദായകമായ ശക്തമായ പ്രാർത്ഥനയായി മാറുന്നത്. മാത്രമോ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യേശുനാമവും അവിടെ ഉണരുകയാണ്. കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുമ്പോൾ യേശുനാമവും മേരി നാമവും ഒന്നു ചേർക്കുന്ന ജപമാലയുടെ ആ ജപമണികളിലൂടെ, ആ ജപമാല പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് മരിയ സ്തുതി പ്രകീർത്തനം പാടി നമുക്ക് അമ്മയെ മഹത്വപ്പെടുത്താം. അതുവഴി നല്ല ദൈവത്തിന് മഹത്വം നൽകാം. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. മുൾമുടിയണിഞ്ഞ ചോരവാർന്ന മനമേ മുൾപ്പടർപ്പിലീശൻ അഗ്നിയായിടും. മുൾമുടിയണിഞ്ഞ ചോരവാർന്ന മനമേ മുൾപ്പടർപ്പിലീശൻ അഗ്നിയായിടും. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം
ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയായി. ശക്തനായ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയായി. എന്തോരാനന്ദം എന്തോരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തോരാനന്ദം എന്തോരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തോരാനന്ദം 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 എന്തോരാനന്ദം. അജോ, മനോഹരമായ ഗാനം. എന്തോരാനന്ദം. അമ്മയോടൊപ്പം ഇരുന്ന് ഈശോയ്ക്ക് ആരാധന നൽകുമ്പോൾ അത് വലിയ ആനന്ദത്തിന് കാരണമായി മാറുകയാണ്. പരിശുദ്ധ മാതാവിനെ വിശേഷിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ കാരണമേ, സന്തോഷത്തിൻ്റെ കാരണമേ. പരിശുദ്ധ അമ്മ കൂടെയുള്ളത് സ്വർഗീയ ആനന്ദമാണ്. അമ്മ എപ്പോഴും ഈശോയെ നോക്കി ആയിരിക്കുന്നു. അപ്പോൾ അമ്മയുടെ കൂടെ ആയിരിക്കുന്ന കുഞ്ഞ് കർത്താവിൽ ആനന്ദിക്കുക തന്നെ ചെയ്യും. മനോഹരമായ ഗാനം പാടി അജോ ഞങ്ങളെ സന്തോഷിപ്പിച്ചു, ആനന്ദം നൽകി. പരിശുദ്ധ അമ്മയോട് ഒരുപാട് ഇഷ്ടമുള്ള സ്നേഹമുള്ള മകനാണെന്നറിയാം. അജോയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടിട്ടുള്ള അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കും. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഈ സന്ധിവാതം എന്ന രോഗം പിടിപെട്ടു. ഏകദേശം 1 വർഷത്തോളം ഞാൻ കട്ടിൽ തന്നെയായിരുന്നു, തളർന്നു കിടക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ അമ്മ എന്നെ എടുത്തുകൊണ്ട് പോയി ഒരു കൺവെൻഷൻ കൂടാനായിട്ട് എന്നെ എടുത്തുകൊണ്ട് പോയത് എൻ്റെ ഓർമ്മയിൽ വന്നു. ആ സമയമെല്ലാം എൻ്റെ മനസ്സിൽ നിരാശയും ബോധവും ദൈവത്തിന് എന്നെ വേണ്ട എന്നുള്ള ഒരു അപകർഷതാബോധമൊക്കെ ഉണ്ടായി. പക്ഷേ വളരെ താമസിയാതെ തന്നെ വലിയൊരു സൗഖ്യം എനിക്ക് ദൈവം നൽകി. ദൈവം എന്നെ സ്പർശിച്ചു. ഡോക്ടേഴ്സ് ഇനി എഴുന്നേറ്റ് നടക്കില്ല എന്ന് വിധി എഴുതി. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് കർത്താവ് എന്നെ സ്പർശിച്ചു. പരിശുദ്ധ അമ്മ എന്നെ സംരക്ഷിച്ചു. പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് കൂടുതൽ ഭക്തിയും പരിശുദ്ധ അമ്മയോട് കൂടുതൽ സ്നേഹവും പരിശുദ്ധ അമ്മയിലുള്ള എൻ്റെ വിശ്വാസവും വർദ്ധിച്ചു. ഈ ജപമാല പ്രാർത്ഥനകളൊക്കെ എങ്ങനെയാണ് അജോ ചെയ്യുക? ജപമാല ചെല്ലാൻ മടിയായിരുന്നു. ഈ ഒരു അനുഭവത്തിലൂടെ മാതാവിനോടുള്ള ഭക്തി വർദ്ധിച്ചു. കിട്ടുന്ന സമയത്ത് ജപമാല ചെല്ലാറുണ്ട്. സമയം കിട്ടുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പാട്ടിൻ്റെ മേഖലയിൽ എന്നാണ് കടന്നു വന്നത്? എന്ത് ചെയ്യുന്നു അജോ? ഞാൻ ചെറുപ്പം മുതൽ പള്ളിയിൽ കൊയറിൽ പാടുമായിരുന്നു. ഇപ്പോൾ ധ്യാനത്തിന് പാടാൻ സഹായിക്കുന്നു. ഏകദേശം 7 വർഷത്തോളമായി. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആരംഭിച്ചു. ഇപ്പോൾ ധ്യാനത്തിന് പാടാൻ സഹായിക്കുന്നു. എവിടെയൊക്കെയാണ് ധ്യാനത്തിൽ? ഞാൻ 5 വർഷം ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ സ്ഥിരമായിട്ട് ആരുടെയും കൂടെയില്ല, പല സ്ഥലത്ത് ഓരോ ധ്യാനത്തിനും സഹായിക്കാൻ പോകുന്നു. തളർവാദ രോഗികൾക്ക് ബലം പകർന്നവൻ, അന്ധർക്ക് കാഴ്ച നൽകിയവൻ, കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയവൻ, മരിച്ച ലാസറിന് പുതുജീവൻ നൽകിയവൻ, രക്ഷകനായ യേശു. ആ ഈശോ ഇതാ തൻ്റെ സ്നേഹബലം പകർന്ന ഒരു മകൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. സന്ധിവാതം എന്ന രോഗം പിടിപെട്ട് തളർന്നുപോയ ജീവിതത്തിൽ ആർക്കും എന്നെ വേണ്ട, ദൈവത്തിന് പോലും എന്നെ വേണ്ട എന്നുള്ള ആ കുഞ്ഞു നൊമ്പരം കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ചപ്പോൾ, കർത്താവിനോട് പറഞ്ഞപ്പോൾ ഇതാ അവിടുന്ന് സൗഖ്യം നൽകി. ആ മകന് കണ്ഠനാളത്തിൽ സംഗീതം പകർന്ന്, സ്വരം പകർന്ന് അവനെ നയിച്ചനുഗ്രഹിക്കുന്നു.
ആ വഴിയിൽ പരിശുദ്ധ അമ്മ ജപമാല പ്രാർത്ഥനയോടുകൂടി അമ്മയോട് ചേർന്നപ്പോൾ അമ്മയുടെ മാധ്യസ്ഥവും വലിയ ബലമായി നിന്നു എന്ന് ആ മകൻ ഇവിടെ സാക്ഷിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുമ്പോൾ അമ്മ തിരുപുത്രനിൽ നിന്നും സൗഖ്യവും ശാന്തിയും പ്രത്യാശയും ദൃഢമായ ഉറപ്പും നമ്മുടെ ജീവിതത്തിന് പ്രദാനം ചെയ്യും. അമ്മയ്ക്കിതിന് സാധ്യമാണ്. അമ്മയുടെ നിർമ്മല സ്നേഹത്തിൽ, ആ വിമല ഹൃദയത്തിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ച് അമ്മയോടൊപ്പം തിരുസുതനെ ആരാധിക്കാം. അമ്മയുടെ ഒരു ഗീതം കൂടി പാടി നമ്മുടെ കർത്താവിന് മഹത്വം നൽകാം. തീർച്ചയായും അമ്മയോടൊപ്പം ആനന്ദത്തോടെ ഈശോയ്ക്ക് മഹത്വം നൽകുമ്പോൾ സ്വർഗീയ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങും. നമുക്ക് പാടാം, നമുക്ക് ആ ഗാനത്തോട് ചേരാം. ഹൃദയം ഈശോയ്ക്ക് നൽകാം. മുള്ളിനിടയിലെ ലില്ലി മലരെ മരിയേ മരിയേ, പാപത്തിന്നിരുളിൽ മിന്നി തെളിയും പനിമതിയേ മരിയേ, ഞങ്ങൾ വാഴ്ത്തും നമ്മേ, ഞങ്ങൾ വാഴ്ത്തും നമ്മേ, മരിയേ മരിയേ മരിയേ, മുള്ളിനിടയിലെ ലില്ലി മലരെ മരിയേ മരിയേ. വേദന തിങ്ങും മരുവിൽ വാടാമലരെ, വരനിരയെല്ലാം നിറയും പൂമരമേ, വേദന തിങ്ങും മരുവിൽ വാടാമലരെ, വരനിരയെല്ലാം നിറയും പൂമരമേ, മരിയേ മരിയേ മരിയേ
അഴകിന്മേലെ അഴകു ധരിക്കും മലരേ, നിർമ്മല സ്നേഹം നിറയും നീരുറവേ. അഴകിന്മേലെ അഴകു ധരിക്കും മലരേ, നിർമ്മല സ്നേഹം നിറയും നീരുറവേ. മരിയേ 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 മരിയേ. ഉള്ളിനിടയിലെ ലില്ലി മലരെ മരിയേ മരിയേ. പാപത്തിന്നിരുളിൽ മിന്നിത്തെളിയും പനിമതിയേ മരിയേ. ഞങ്ങൾ വാഴ്ത്തും നമ്മേ, ഞങ്ങൾ വാഴ്ത്തും നമ്മേ. മരിയേ 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 മുള്ളിനിടയിലെ ലില്ലി മലരെന്ന പോലെ പരിശുദ്ധ മാതാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. മുള്ളുകൾ അത് ജീവിതത്തിൻ്റെ സഹന വഴികളാണ്, ജീവിതത്തിൻ്റെ കനൽ വഴികളാണ്. അവിടെ ലില്ലി മലരെന്ന പോലെ പരിശോഭിതമായി നിൽക്കുന്ന പരിശുദ്ധ അമ്മ വ്യാകുല മാതാവിനെയാണ് വിശേഷിപ്പിക്കുക. ഹൃദയത്തിൽ വ്യാകുല വാളുകളാൽ മുറിവേറ്റ അമ്മ, എന്നാൽ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ദൃഢമായി വിശ്വസിച്ച് ഉറപ്പോടെ നിൽക്കുന്ന അമ്മ നമ്മളുടെ ജീവിത സഹന വഴികളിൽ എന്നും മാതൃകയാണ്. പ്രിയമുള്ളവരെ, ഏതെല്ലാം നൊമ്പരപ്പാടുകളുണ്ടോ, ഏതെല്ലാം എരിയുന്ന കനൽ കട്ടകളുടെ വഴികളുണ്ടോ, അവിടെയെല്ലാം ഈ അമ്മ നമ്മളെ പഠിപ്പിക്കും ഉറച്ചു നിൽക്കുക. പ്രത്യാശയുടെ ദിനങ്ങൾ നിനക്കുണ്ട്, ഉയർപ്പിൻ്റെ ഉത്ഥാന മഹത്വം നിനക്കുണ്ട്. നീ തളരരുത്, നീ പതറരുത്, നീ കരയരുത് എന്നോർമ്മപ്പെടുത്തുന്ന പരിശുദ്ധ അമ്മയുടെ നിർമ്മല സ്നേഹം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ കാരണമേ, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ, പരിശുദ്ധ അമ്മേ, എപ്പോഴും അമ്മയെപ്പോലെ പ്രത്യാശയിൽ, വിശ്വാസത്തിൽ, പ്രതീക്ഷയിൽ ജീവിക്കുവാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ മാതാവേ, നല്ല അമ്മേ, മുള്ളിനിടയിൽ വിരിഞ്ഞു നിൽക്കുന്ന ലില്ലിപ്പൂവേ, അമ്മയുടെ ശുദ്ധതയും അമ്മയുടെ ജീവിത വീക്ഷണവും അമ്മയുടെ പ്രത്യാശാ വഴികളും എല്ലാം ഞങ്ങൾക്കും മാതൃകയാകട്ടെ. യേശുവിനെ നോക്കി യാത്ര ചെയ്യുവാൻ, രക്ഷകനിൽ ജീവിതം ചേർത്ത് വയ്ക്കുവാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ.